ബ്രാവിക്ക് കുറച്ച് ടൈം എടുക്ക്. പിന്നെ ബാക്കിയുള്ള ആരുടെയും ചാനലിൽ പോയിട്ട് നമ്മളെ പിള്ളേരുടെ ചാനലിൽ പോയിട്ട് ജി ടി മതി എന്ന് മാത്രം അങ്ങനെ സ്പാം ചെയ്യാതിരിക്കുക. അത് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. അത് സത്യമാണ്. പ്രത്യേകിച്ച് എന്റെ വിചാരിച്ചിട്ട് പറയരുത് പ്ലീസ്. ഞാൻ ഇതൊരു വേറെ ഗെയിംസ് കളിച്ചോളാണ് PC. സംതിങ് എത്ര റുപ്പീസ് ആകും ന്യൂ സെർവർ ഇതുപോലെ ആക്കാന്ന് ഗോഗു? ബ്രോ ഞാൻ പറയാം എന്നുവെച്ചാ അങ്ങനെയല്ല, നമുക്ക് സെർവർ ഭയങ്കര മിനിമൽ ആയിട്ട് ഇപ്പൊ നമ്മളൊരു വീട് വെക്കുന്നത് പോലെയാണ്. ഒരു വീട് നമുക്ക് എത്ര രൂപയ്ക്ക് പണിയാം? ഒരു ആവറേജ് ഒരു ലോ കോസ്റ്റ് തൊട്ട് നമ്മുടെ ലിമിറ്റേഷൻ തൊട്ട് ടോപ്പ് എൻഡ് വരെ നമുക്ക് പണിയാം. അത് നമ്മുടെ കയ്യിലുള്ള കാശ് അനുസരിച്ച്. ഇപ്പൊ കറന്റ് ഇത് ആറിനകത്ത് ഈ കണ്ണാപ്പി അത് പറയാനാ ഞാൻ വന്നേടാ. അവന്റെ അടുത്ത് നേരമായിട്ട് ദേഷ്യം വരണം പുല്ല്. അവിടെ ഇരുന്ന് ഫോണ് മൂഞ്ചിക്കൊണ്ടിരിക്കുന്നു. സ്പീക്കറില. അപ്പൊ സെർവർ ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞാൽ പല പല എക്സ്പെൻസുകളാ, പല ഇതിൽ ചെയ്യാം. ഇപ്പൊ ആവറേജ് എക്സ്ലാൻഡിസിൽ ഏകദേശം ഒരു 10-15 ലക്ഷം രൂപ മുകളിൽ എന്തായാലും എന്റെ ഇത് പറയുക. അവൻ പറയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാത്ത അവന്റെ ആക്യുറേറ്റ് അതൊന്നും അല്ല, അതിൽ മുകളിലോട്ടാണ്. ഏകദേശം അത്രയും രൂപ എന്തായാലും സ്ക്രിപ്റ്റിനും ബാക്കി കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഈ സ്ക്രിപ്റ്റ് വേറൊരു സെർവറിലോട്ട് നമുക്ക് റീയൂസബിൾ അല്ല. ഈ കീ പോയതുകൊണ്ട്, ഈ കീ വെച്ചിട്ടാണ് ഫയൽസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചത് കൊണ്ട് ഇത് നമുക്ക് വേറൊരു സെർവറിലോട്ട് റീയൂസബിൾ അല്ല എന്നുള്ളതാണ്. പ്ലെയർ ലോഗും ഇൻവെന്ററി ലോഗും ഒക്കെ ഉണ്ടാവും. അത് സെർവർ ഡേറ്റ ബാക്കപ്പ് ആണ്, അത് ഉണ്ടാവും. സ്ക്രിപ്റ്റിൽ സ്മോൾ ചേഞ്ച് വരുത്തിയാൽ നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞ മനസ്സിലായി. എന്ന് വെച്ചാൽ ഇതെന്താണ് ഈ സംഭവം എന്ന് നമുക്ക് ഫുള്ളി ഇതല്ല മനസ്സിലായിട്ടില്ല. അപ്പോൾ അപ്പീൽ ചെയ്യുമ്പോൾ അവര് റിപ്ലൈ എത്ര ദിവസം എടുക്കും? അപ്പീൽ ചെയ്തില്ലേ ഓൾറെഡി? അപ്പീൽ ചെയ്തത് അത് ചെയ്താന്ന് അറിയത്തില്ല. അതിപ്പം ബ്രാവോ ഇനി വന്നിട്ട് പറയുള്ളൂ. അപ്പോൾ അത് ചെയ്തിട്ട് ഇനി അവർ എപ്പോഴാണ് റിപ്ലൈ തരുന്നത് നോക്കലും നമുക്ക് പിടിയില്ല. കാരണം റോക്ക് സ്റ്റാർ ഇനി ഇതിന് വേണ്ടി ഒരു ടീമിനെ വെച്ചിട്ടുണ്ടായിരിക്കും, എന്തായാലും കാണും. അപ്പോൾ അവര് ഇതിൽ ഇൻവോൾവ് ചെയ്ത് അവർ പെട്ടെന്ന് റിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓക്കെ, നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യം മനസ്സിലാക്കാം. പക്ഷേ ഇനിയിപ്പം GTA 6 ഒക്കെ വരുന്ന സമയമായതുകൊണ്ട് ഇനി എന്താ അറിയത്തില്ല, ഒരു പിടി കാണത്തില്ല. അതുകൊണ്ട് ഇനി ന്യൂ സെർവർ ആക്കിയ ഡീഡോസ് അവോയ്ഡ് ആക്കാൻ പറ്റുമോ? എല്ലാരും ഹൈഡ് ആക്കിയ IP. ബ്രോ ഞാൻ നിങ്ങളുടെ ബ്രോ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം. ഈ ഡീഡോസ് അടിക്കുന്ന തന്തയില്ലാത്തവൻ നമ്മുടെ കൂടെ ഈ സിറ്റി കളിക്കുന്ന ഒരുത്തൻ തന്നെയാ. അതിവിടെ വൈറ്റ് ലിസ്റ്റ് എടുത്താൽ ഈസി ആയിട്ട് കിട്ടുന്ന കീ ആണത്. അത് ഏതൊക്കെ ആൾക്കാർ IP ഇനി ഹൈഡ് ചെയ്ത് ലൈവ് ഇട്ടാലും അവന്മാർക്ക് ആ IP ഈസി ആയിട്ട് കിട്ടാൻ ഒരു പാടുമില്ല. പിന്നെ ഈ IP ചെക്ക് ചെയ്യാൻ വേണ്ടി പബ്ലിക് IP കണ്ടുപിടിക്കാൻ കുറെ വെബ്സൈറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ചുമ്മാ എക്സ്ലാൻഡിസിന്റെ പേര് സെർച്ച് ചെയ്താൽ തന്നെ എക്സ്ലാൻഡിസിന്റെ IP അവിടെ കാണിക്കും. അതുപോലെ നിങ്ങളിപ്പം എക്സ്ലാൻഡിൽ മാത്രമേ DDoS ഉള്ളൂ, അതുള്ളൂ, ബാക്കി സെർവർ അങ്ങനെയല്ല. നമ്മളിപ്പോൾ ഇത്രയും പേര് കാണുന്ന ഒരു സെർവർ, ഇത്രയും പേര് കളിക്കുന്ന ഒരു സെർവറിൽ അതിലടിച്ചിട്ടല്ലേ കാര്യമുള്ളൂ അവന്മാർക്ക്. നമ്മളേത് പണിയണമെങ്കിൽ എല്ലാ വ്യൂവേഴ്സ് ഉള്ളവരും സ്ട്രീമേഴ്സ് ഉള്ളവരും ആ കളിക്കുന്ന സെർവറിൽ പോയി അടിച്ചിട്ടല്ലേ കാര്യമുള്ളൂ. നമ്മളിനി ഏത് സെർവർ കളിക്കാൻ പോയാലും ആ സെർവറിൽ എന്തായാലും വരും. മൈക്ക് ഓഫ് ചെയ്യോ ജോക്കി? ഭയങ്കര എക്കോ വരുന്നു ജോക്കി. നിങ്ങൾക്ക് അടുത്ത സെർവർ ഇപ്പം ഇപ്പം ബ്രാവോ ഇനിയിപ്പോൾ അടുത്ത സെർവർ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാലും അത് വന്നാലും ഈ ഇഷ്യൂ നമുക്ക് വരും എന്തായാലും. ഇതൊക്കെ GTA 6ന്റെ സെയിൽസ് പുഷാക്കാൻ വേണ്ടി റോക്ക് സ്റ്റാർ ചെയ്യുന്നത്. ബ്രോ അങ്ങനൊന്നും ചെയ്യത്തില്ല ബ്രോ. അവർക്ക് ഈ എക്സ്ലാൻഡിസ് പോയി എന്ന് പറഞ്ഞിട്ട് അവര് രോമത്തിൽ പോലും ഏക്കാമുള്ള ബ്രോ. എന്താ ചിന്തിക്കുക, അതൊക്കെ ചിന്തിക്കുക. എക്സ്ലാൻഡിസ് എവിടെ കിടക്കുന്നു? ഈ GTA 6 എന്ന് പറഞ്ഞ് ഗ്ലോബൽ റെക്കഗ്നൈസേഷൻ കിട്ടിയ ഒരു ഗെയിമിനെ പുള്ളി ചെയ്യാൻ അവർക്ക് കേരളത്തിൽ എവിടെ കിടക്കണ ഒരു സെർവറിനെ ഡൗൺ ആക്കേണ്ട ആവശ്യമുണ്ടോ? ഇതൊക്കെ ബ്രെയിൻ ഡെഡ് ആയിട്ട് സംസാരിക്കല്ലേ ഈ മൊമെന്റിൽ. സോ ഇതാണ് ബേസിക്കലി ഉള്ള കാര്യം. ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം സംഭവിച്ചു. എടാ അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, ഫേസ് ചെയ്യാൻ മുന്നോട്ട് പോകും, അത്രേ ഉള്ളൂ. കഴിഞ്ഞ് കൂടിപ്പോയ ഒരു 10 ദിവസം നിങ്ങൾക്ക് RP കാണാൻ പറ്റത്തില്ല, അതേ ഉള്ളൂ. അല്ലെ PvP സിറ്റുവേഷനും ഇതും കാണാൻ പറ്റത്തില്ല, അതേ ഉള്ളൂ. അല്ലാതെ അതിൽ കൂടുതൽ വേറെ ഒന്നും സംഭവിക്കാനൊന്നും ഇല്ല ഇതിനകത്ത്. നമുക്ക് പോയതോർത്ത് ഇരുന്നാൽ ഇങ്ങനെ ഇരിക്കാനേ പറ്റുള്ളൂ. മനസ്സിലായോ? ഒന്നുമില്ല, നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന പോലെ കൊണ്ടുവരാം.
അത്രേ പറയാവുള്ളൂ. അതാണ്. ഇത് ഓർത്ത് മറ്റേ നമ്മളിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു മൊത്തത്തിൽ ഡൗൺ ആയി പോത്തേ ഉള്ളൂ. ഒന്നുമില്ല, ചില്ലാവും നമുക്ക്